സരസ്വതി, സരസ്വതി, ആരോ പറഞ്ഞുണ്ട്. പണ്ടാരം കണ്ടാൽ പിരിവുകാരാണെന്ന് തോന്നുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് പറയണം. മിസ്റ്റർ ഗോവിന്ദ് ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, പുറത്തു പോയി. ഞങ്ങൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരാണ്. ഈ വീട് പരിശോധിക്കാനുള്ള ഓർഡർ ഉണ്ട്. പരിശോധന കഴിയുന്നതുവരെ ഈ വീട്ടിലുള്ള ആർക്കും പുറത്തു പോകാൻ അനുവാദമില്ല. ടെലിഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഇവരെ പെരുപകാരല്ല പണ്ടാരം. നിങ്ങൾ ഇങ്ങോട്ട് പറയൂ, എനിക്ക് പേടിയാവുന്നു. എന്റെ പൊന്ന് സാറുമാരെ, നാട്ടിൽ കോടിക്കണക്കിന് രൂപ കുന്നുകൂട്ടി വച്ചിരിക്കുന്ന ദുഷ്ടന്മാരുണ്ട്. അവിടെ ഒന്നും പോകാതെ ഈ പാവപ്പെട്ടവന്റെ വീട്ടിലാണോ പരിശോധന? ഞാൻ നോക്ക സരസ്വതി, എല്ലാം അങ്ങോട്ട് കാട്ടിക്കൊണ്ട് അവരെവിടെ വേണമെന്ന് വെച്ചാൽ നോക്കട്ടെ. നമ്മുടെ കണക്ക് പുസ്തകം ദേ ഇരിക്കണം. അതിൽ നയാ പൈസ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. എടുത്തോണ്ട് പോ. ഇവിടെ കയറാൻ പാടില്ല. ഇവിടെ എന്റെ ദൈവങ്ങളാ. ഇവിടെ അശുദ്ധമാക്കാനേ പോകൂ. മിസ്റ്റർ പൈ, ഈ മുറി ഞങ്ങൾക്ക് പരിശോധിക്കണം. ഒന്ന് എഴുന്നേറ്റ്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്റെ സ്വാമി, എന്നെ കാത്തോണ്ട് സ്വാമി. നോക്കാം സാർമാരെ, എനിക്ക് പ്രഷറുണ്ട്. ഞാൻ സൂക്കേടുകാരനാണ്, ചത്തുപോകും. നിങ്ങൾ അതിനെ പൊറപ്പ് നോക്ക്. ഞാൻ സൂക്കേടുകാരനാണ്. ആന്ധ്രക്കുരുവിന്റെ സൂക്കേടുണ്ട് എനിക്ക്. നിങ്ങൾ വിടൂ, എന്നെ വിടൂ. ദുഷ്ടന്മാരെ നോക്ക്. എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലാതെ വെച്ചിട്ടാണോ? ഞാൻ കേസ് കൊടുക്കും. നോക്ക്. കോടതിയിൽ നമ്മൾ കേസ് കൊടുക്കും. നോക്കാം ദുഷ്ടന്മാരെന്ന്. ഇതെന്ത് പറ്റി? എന്താച്ചാ? അപ്പന്റെ എല്ലാം പോയടാ പോലെ. പൊന്നും പണവും എല്ലാം അവരെ കൊണ്ടുപോയി. ഇല്ലച്ചാ, മുഴുവനും പോവില്ല. ഇവിടുന്ന് കൊണ്ടുപോയതിന്റെ 10% നമുക്ക് തിരിച്ചു കിട്ടും. കള്ളപ്പണം ഒളിച്ചു വച്ചിരിക്കുന്നവരുടെ പൂർണ്ണ വിവരങ്ങൾ ഇൻകം ടാക്സുകാരെ അറിയിച്ചാൽ അവർ വന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന പണത്തിന്റെ 10% അറവ് കൊടുക്കുന്ന ആൾക്ക് സമ്മാനമായി കിട്ടും. ഇവിടെ പരിശോധിക്കാൻ വന്നവർക്ക് എല്ലാ വിവരവും പറഞ്ഞു കൊടുത്തത് ഞാനാ. എടാ പണ്ടാറവ സോറി, അപ്പനെ ഒറ്റിക്കൊടുത്ത മഹാപാവി. ക്ഷോഭിക്കണ്ട, പ്രഷർ കൂടും. അച്ഛന്റെ പാവം തീർക്കാനാണ് ഞാനിതൊക്കെ ചെയ്തത്. നിധി കാക്കുന്ന ഭൂതം പോലെ ഈ പണം ഇവിടെ കൂട്ടിവെച്ചതിന് കാവലിരിക്കായിരുന്നില്ല അച്ഛൻ. വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ സംശയം. ഈ വീട്ടിലുള്ളവരെ പോലും. രാത്രി കള്ളന്മാരെ പിടിച്ചുറക്കയില്ല. അച്ഛൻ രോഗിയായത് അങ്ങനല്ലേ? ആ സമ്പാദ്യം കൊണ്ട് ആർക്കാ ഗുണം? ഇപ്പൊ സർക്കാർ കൊണ്ടുപോയെങ്കിൽ ആ പണം ആരെങ്കിലും പ്രയോജനപ്പെടും. പിന്നെ എനിക്ക് കിട്ടുന്ന 10% അത് കണക്കിൽപ്പെടുന്ന പണമാണ്. നമുക്കതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം. അച്ഛന് സമാധാനമായിട്ടിരിക്കാം. കള്ളന്മാരെ പേടിക്കാതെ സുഖമായിട്ടുറങ്ങാം. അതെ, സുഖമായിട്ടുറങ്ങാം. അത് അപ്പന്റെ അവസാനത്തെ ഉറക്കമാണ്. ദുഷ്ട വള്ളിമുക്കില് സകല കടകൾ അടപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അവരാച്ച ജീപ്പ് അനൗൺസ്മെന്റിന് നമ്മുടെ സുഗുണയച്ചൻ എന്താ? പുള്ളി നല്ല സാഹിത്യത്തിൽ പറഞ്ഞോളൂ. സാഹിത്യം കുറച്ചക്രമൊന്നും വേണ്ടെന്നേ. ടൈഗർ വാലി കുടിയിറക്കൽ പ്രതിഷേധം നാളെ കരിദിനം. ഇത് തീപ്പുരിയായിട്ട് വിളിച്ചു പറഞ്ഞാൽ അത് ശരി. മൈക്കിൽ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങൾ നേരിട്ട് പോയി നാളെ കടയടയ്ക്കണമെന്ന് എല്ലായിടത്തും കയറി ഇറങ്ങി പറയണം. വേണ്ടിടത്ത് അല്പം ബലം പ്രയോഗിച്ചാലും കുഴപ്പമില്ല. സർക്കാരിന്റെ ഭീഷണിയിൽ ഞങ്ങൾക്ക് ഭയമില്ല. 25,000-ലേറെ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ
കണ്ണുനീര് അവഗണിച്ചുകൊണ്ടും ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മതവികാരങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ടും ടൈഗർ വാലി പദ്ധതി നടപ്പാക്കാൻ അവർക്ക് സാധിക്കില്ല. നാളത്തെ പണിമുടക്ക് അതിനെതിരായുള്ള വെറും ഒരു സൂചനാ സമരമാണോ? അല്ല, വിജയം വരെ തുടരാൻ ഉദ്ദേശിക്കുന്ന ഒരു മഹാസമരത്തിന്റെ തുടക്കം മാത്രമാണ്. നിങ്ങൾ പത്രക്കാർ ഞങ്ങളുടെ ഈ സംരംഭത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നാരായണ ഉരുട്ടി എഴുതിക്കോ. എന്താണ് എന്റെ കല്യാണം? ആയി വരുന്നു. എന്റെ സമയം. അപ്പോഴേ നാളെ ബന്ദ, സകല കടകളും സ്ഥാപനങ്ങളും അടച്ചു പൂട്ടണം. ഈ ഫാക്ടറിയും തുറക്കരുത്. ഫാക്ടറി പൂട്ടാൻ പറ്റില്ല. വളർക്കാലം അടച്ചിട്ടതിന് ശേഷമാ ഇത് വീണ്ടും തുടങ്ങിയത്. ഇനി ഒരു ദിവസം അടച്ചിട്ടാൽ ആ നഷ്ടം ആര് തരും? ഇവിടുത്തെ കൂലിക്കാർക്ക് ആര് കൂലി കൊടുക്കും? അതൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. നിങ്ങളല്ലേ പൂട്ടാൻ പറയുന്നത്. പുരാതനമായ ഒരു ക്ഷേത്രവും ഒരു ക്രിസ്ത്യൻ ദേവലോകവും ദേവാലയം ആ തർക്കത്തിനൊന്നും ഞങ്ങളില്ല. നാടിന്റെ ഒരു പൊതു ആവശ്യത്തിനായി ഒരു പള്ളിയോ അമ്പലമോ മാറ്റി പണിതാൽ ദൈവം കോപിക്കുമോ? അപ്പോ നിങ്ങൾ ബന്ദിനെതിരാണല്ലേ? അതെ, ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കാര്യത്തിൽ നഷ്ടം സഹിച്ച് സഹകരിക്കാൻ പറ്റില്ല. നാളെ ഈ ഫാക്ടറി അടച്ചിട്ടാൽ ഒരു ദിവസത്തെ ലാഭമേ കുറയും. തുറന്നാൽ നഷ്ടം കൂടും. സൂക്ഷിച്ചോ. നടക്കടാ. എന്തായി കാണിക്കുന്നത്? മാറോ ഈ സ്ഥലം വൃത്തിയാക്കാതെ. ഈ സ്ഥലം ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്താ. ഈ മുതൽ എന്റെ വകയാ. ഇതുവരെ കണ്ടവന്മാർ എഴുതി വെച്ചത് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മാറ്റി വൃത്തിയാക്കിയത്. മുമ്പ് എഴുതിയിരുന്നത് നിന്റെ പെങ്ങളെ പറ്റിയല്ലേ? ഇത് വേറെയാ. എഴുതടാ ആരാണ്? ഇത് തൊടാൻ പറ്റില്ല. അത്ര ധൈര്യമുള്ളതുണ്ടെങ്കിൽ വരണ്ട, കാണട്ടെ. എന്ത് ചെയ്യും? എന്നെ തൊട്ട് കളിക്കണ്ട. ഞാൻ മഹാവേഷമാണ് ഞാൻ. പോടാ പോടാ. സീൻ ബൈ സീൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാറുണ്ട്. നാളത്തെ ബന്ദിൽ ഫാക്ടറി പൂട്ടിയിടണമെന്നും പറഞ്ഞ് ചിലരവിടെ വന്നിരുന്നു. ഞാനും പ്രദീപും കൂടി സാധ്യമല്ലെന്ന് തീർത്തു പറഞ്ഞു. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ തീരുമാനം ശരിയാണ്. ഈ ബന്ധുകൊണ്ട് ആവശ്യമില്ല നാട്ടുകാരെ വിഷമിപ്പിക്കാന്നല്ലാതെ യാതൊരു ഗുണവുമില്ല. അവര് ഭീഷണിപ്പെടുത്തിട്ടാ പോയിരിക്കുന്നത്. എന്നാ സൂക്ഷിക്കണം. നാളെ ഗുണ്ടകളാ വരാ. വരട്ടെ, നാം അവർക്ക് വഴങ്ങരുത്. അക്രമം കാണിച്ചാൽ ധൈര്യമായിട്ട് നേരിടണം. അത് തന്നെ. സാറേ, എന്താ കൃഷ്ണൻകുട്ടി? നേരത്തെ ഫാക്ടറിയിൽ വന്നവരെ സന്ധിക്ക് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ചുറ്റും നിന്നിരുന്നു. എന്നെയും പരീതിനും കണ്ടപ്പോൾ അവർ വലിഞ്ഞു. സംശയിച്ച് ഞങ്ങളും പിന്നാലെ പോയി. പള്ളിമുക്കിന്റെ അവിടുന്ന് മെയിൻ ട്രാൻസ്ഫോർമറിന്റെ നേരെ അവർ പോകുന്നത്. പരീതിനെ കൂടെ വിട്ടിട്ടുണ്ട്. വിവരം പറയാൻ ഞാനിങ്ങോട്ട് പോന്നതാ. ആ ട്രാൻസ്ഫോമറിൽ നിന്നാണോ നമ്മുടെ ഫാക്ടറിയിലേക്ക് കണ്ണെടുക്കുന്നത്? അതെ. എങ്കിൽ തീർച്ചയായും അവന്മാർ എന്തെങ്കിലും കുഴപ്പം കളിക്കും. ശരി, നീ കമ്പിയെ കയറി പിടിക്കണ്ട, സൂക്ഷിച്ചു വേണം. ഓടാ, ഞാൻ ഇതുപോലെ എത്ര ട്രാൻസ്ഫോമർ തകർത്തതാ. ഡോക്ടർ, കാഷ്വാലിറ്റിയിൽ ഒരു ആക്സിഡന്റ് കേസ് വന്നിരിക്കുന്നു. മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആണല്ലോ. എന്തു പറ്റി ഇങ്ങനെ എല്ലോടിയാൻ? വല്ല തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് വീണു? അല്ല ഡോക്ടർ, തല്ലിച്ചാച്ച. തല്ലിച്ചാച്ചോ? ആര്? ഞങ്ങൾ തന്നെ. അപ്പോ ഇതൊരു പോലീസ് കേസാണല്ലോ. എനിക്ക് സ്റ്റേഷനിൽ അറിയിക്കണം. അറിയിച്ചോളൂ. എന്താ പേര്? അലക്സ്. തന്റെ പേര്? പ്രദീപ്. കുമാരപിള്ളേ, സാർ,
ഇവൻ ലോക്കപ്പ് ചെയ്തേക്കും. സംഭവം നടക്കുമ്പോൾ പ്രതികളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ നിങ്ങളാണോ? ആരാണ് ഈ പ്രതികൾ? ലോക്കപ്പിൽ കിടക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരാണെങ്കിൽ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. പിന്നെ ഇന്നലെ രാത്രി മുതൽ ഈ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം കാണുന്നില്ലേ? കറണ്ട് ഇല്ലാതെ എത്ര ഫാക്ടറികൾ അടച്ചുപൂട്ടി, എത്ര വീട്ടുകാർ കാറ്റും വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുന്നു. ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുന്ന രോഗികളുടെ ഓപ്പറേഷൻ പോലും മാറ്റിവെക്കേണ്ടി വന്നു. ഇതിനെല്ലാം കാരണക്കാർ ആ ട്രാൻസ്ഫോമർ കത്തിച്ച റൌഡികളാണ്. അവരിൽ കിട്ടിയ ഒരുത്തനെയാണ് ഞങ്ങൾ ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചത്. അവനാണ് പ്രതി. അവനെ തല്ലി കാലൊടിച്ച് ആരാണെന്നാ ചോദിച്ചത്? ഞങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ നീ തല്ലിയോ? ആ പിന്നെ തല്ലണ്ടേ? ചോദിച്ചതിന് സമാധാനം പറയണം. നീ തല്ലിയോ? ആ തല്ലി. മാറിക്കിടി ഇങ്ങോട്ട്. ഞാനും തല്ലി. നീ മാറിക്കിടി. ഞാനും തല്ലി. നിർത്ത്. ഈ പ്രദേശത്തെ കരണ്ട് മുഴുവൻ നശിപ്പിച്ച ആ നാറിയെ ഞങ്ങൾ എല്ലാവരും കൂടി തല്ലി. നിങ്ങൾ എല്ലാവരും കൂടിയാണോ തല്ലിയത്? സാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സാറും തല്ലുമായിരുന്നു അവനെ. ഞങ്ങൾ എല്ലാവരും അറസ്റ്റ് ചെയ്യണം. ഞങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്യും. ഞങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്യും. ഞങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്യും. നിങ്ങൾ വെള്ളം ഉണ്ടാക്കരുത്. അവർ നിൽക്കൂ. യെസ് സർ. സർ ശരി സർ. ഓക്കെ സർ. കുമാരപിള്ളേ, അവർ 5 പേരെയും സ്വന്തം ജാമ്യത്തിൽ വിട്ടേക്കും. സർ. ആ പിന്നീട് ചെയ്ത് നമ്മൾ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എടാ മക്കളെ, നിങ്ങൾ ചെയ്തത് ഏതായാലും നന്നായി. നിങ്ങളെപ്പോലത്തെ ചുണക്കുട്ടന്മാർ ഇറങ്ങിയാലേ അവന്മാരുടെ പോക്കരത്തിൽ അവസാനിപ്പിക്കാൻ നോക്കൂ. ഈ നാട് നന്നാവൂ. മറയണ ഇങ്ങനെ പറയുക. ഇപ്പം നിങ്ങളെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കി വിടുകയാണ്. നാളെ കോടതിയിൽ നിന്ന് സമ്മൻസ് വരുമ്പോ ഹാജരായിക്കൊള്ളണം. മേലാൽ ഇതുപോലത്തെ തെമ്മാടിത്തൊന്നും കാണിക്കരുത്. വേണം. 2-3 രാത്രിയായി നമ്മൾ ഉറക്കളയ്ക്കുന്നു. എനിക്ക് കുളിച്ചുടുപ്പമുണ്ടോന്ന് മാറണം. ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ ഇവിടെ നമ്മുടെ ജോലി കഴിഞ്ഞില്ലേ അവറാച്ച? വിദ്യാലയങ്ങൾക്ക് അവധി കൊടുത്തുകൊണ്ടോ ട്രാൻസ്പോർട്ട് ബസ്സുകൾ മുടക്കിയത് കൊണ്ടോ ഈ സമരം പൊളിയാൻ പോകുന്നില്ല. ജനങ്ങൾ തെരുവിലിറങ്ങി കഴിഞ്ഞു. ബാക്കി കാര്യം അവർ നോക്കിക്കോളും. അരവിന്ദ, നിങ്ങൾ വരി. ആ കോസറയ്യപ്പനും സംഘവും ആ പാവപ്പെട്ട മമ്മദിന്റെ പെട്ടിക്കട അടിച്ചു പൊളിക്കുകയാണ്. വരി. കുമാരപിള്ളേ, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. സർ, അവർ കടകളെല്ലാം അടിച്ചു പൊളിച്ച് കൊള്ളയടിക്കാണ് സർ. ഞാൻ കേട്ടു. ഗോപാലൻ ചേട്ടത് കണ്ടോ? ആ കോസർ അയ്യപ്പനും പാർട്ടിയും ചെയ്ത അക്രമം. പാവം മുഹമ്മദ്ക്കായ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുക. അയ്യപ്പനും കൂട്ടരും മാർക്കറ്റ് റോഡിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. പോലീസിനെ വിളിച്ചാൽ ഉടനെ കയ്യോടെ തൂക്കിയെടുക്കാം. പോലീസ് ഇടപെട്ട ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും തല്ലിയെന്ന് പറഞ്ഞ് ബന്ധുകാർക്ക് ശക്തി കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് പോലീസിനെ ഇറക്കണമെന്നാണ് നമ്മുടെ പാർട്ടി എടുത്ത തീരുമാനം. അപ്പൊ അവന്മാരുടെ പോക്കറ്റ് തരുമ്പോഴും നമ്മൾ സഹിക്കണോ? വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും. ഉടനെ മാർക്കറ്റ് റോഡിൽ പോയി ബന്ധുകാർ കുറച്ചാകുന്നു. അവരുടെ പാർട്ടിയിൽപ്പെട്ട ശിവകുമാറിന്റെ ജോലിക്കളയും പത്രോസ്മാരുടെ പലചരക്കുകയും തല്ലി തകർക്കും. അതെല്ലാം കൂട്ടിക്കിടക്കുകയാണല്ലോ. കുത്തിപ്പൊളിക്കണോ? പ്രകടനക്കാരനെ അടിച്ചു വീഴ്ത്തിയതുകൊണ്ട് ഈ സമരം പൊളിക്കാമെന്ന് കരുതിയോ? അത് ആളിപ്പടരുകയേ ഉള്ളൂ. ഞങ്ങൾ അഴിച്ചുവിട്ട പടക്കുതിരയെ പിടിച്ചുകെട്ടാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയില്ല. ജനങ്ങളുടെ മതവികാരങ്ങളാണ് നിങ്ങൾ അയച്ചുവിട്ടിരിക്കുന്നത്. അതിലെന്താണ് തെറ്റ്? ജാതിയും മതവും ചേർന്ന വർഗീയ സംഘടനകളെ കൂട്ടുപിടിക്കാതെ, അവർക്കിടയിൽ മന്ത്രിക്കസേരകൾ വീതിക്കാതെ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭരിച്ചിട്ടുണ്ടോ? പ്രായോഗിക രാഷ്ട്രീയത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചില തെറ്റുകൾ ചെയ്യേണ്ടി വരും. അത് ഈ നാടിന് വേണ്ടിയാണ്, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ബന്ധമുണ്ട് ആർക്കാണ് നിങ്ങൾ നന്മയാണ് ഉദ്ദേശിക്കുന്നത്? കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കുന്നു. ദിവസം മുഴുവൻ കമ്പോളങ്ങൾ അടച്ചിരുന്നു. ഫാക്ടറികൾ പൂട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിനുണ്ടായ നഷ്ടം നിങ്ങൾ കണക്കിലെടുക്കുന്നുണ്ടോ? ഈ ചോദ്യം ഇന്നിവിടെ ഭരിക്കുന്നവരോട് ചോദിക്കണം.
ഞങ്ങളുടെ ഭരണകാലത്ത് അവർ എത്ര ബന്ധുക്കൾ നടത്തിയിട്ടുണ്ട്? അവരെ തോൽപ്പിക്കാൻ നിങ്ങൾ മത്സരിക്കുന്നു. അതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളാണ് നശിക്കുന്ന ഈ നാടിന്റെ പുരോഗതി. ആകെ കുഴപ്പമായി. മാർക്കറ്റ് റോഡിൽ കടകൾ അർപ്പിക്കാൻ പോയ നമ്മുടെ ആളുകളുടെ കൂട്ടത്തിൽ മറ്റു ഗുണ്ടകളും കടന്നുകൂടിയിരിക്കുന്നു. അവന്മാർ ബന്ദിൽ അടച്ചിട്ട് നമ്മുടെ അനുഭാവികളുടെ കടകൾ തെരഞ്ഞെടുത്ത് പിടിച്ച് കുത്തി തുറന്ന് കൊള്ളയടിക്കുന്നു. സ്റ്റേഷന് മുമ്പിൽ വെച്ച് അക്രമം നടന്നിട്ടും പോലീസ് അനങ്ങിയിട്ടില്ല. ഹോം മിനിസ്റ്റർ ഗസ്റ്റ് ഹൌസിൽ വന്നിട്ടുണ്ട്. പോലീസിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാൻ അവരെടുത്തൊരു നയമാണ്. ഇത് തുടർന്നാൽ ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമുക്കുടനെ മന്ത്രിയെ കാണണം. എന്താ എല്ലാരും കൂടെ? അവിടെ അച്ഛനുണ്ടല്ലോ. ഞങ്ങളൊരു പരാതിയുമായാണ് വന്നത്. ആ, ഇരിക്കൂ. പറയണം. പോലീസിനെ നിഷ്ക്രിയരാക്കി ഈ നാട് ഭരിക്കാൻ തുടങ്ങിയാൽ അപകടമാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും വിലയില്ലെന്ന് വന്നാൽ. ദിവാകരൻ, നിങ്ങളുടെ ഈ ഉപദേശം സ്വന്തം അനുയായികൾക്ക് കൊടുക്കും. പോലീസിന്റെ കൃത്യനിർവഹണം എന്താണെന്ന് അവർക്കറിയാം. മതവിശ്വാസികൾ നടത്തുന്ന നിങ്ങളുടെ ഈ സമരത്തെ അനുഭാവപൂർവ്വം വീക്ഷിക്കല്ലാതെ അതിനെ അടിച്ചമർത്താൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. മതവിശ്വാസികളല്ല, വെറും റൌഡികളാണ് ഇപ്പൊ തെരുവിൽ കൂത്താടുന്നത്. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. അവരെ നിലക്ക് നിർത്താൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. റൗഡികളെയല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവരെ മാത്രം വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെ? ശരി, ശ്രമിക്കാം. വണ്ടി ഓടിക്കുന്നത് പോലെ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ തന്റെ തന്തട വാങ്ങിയാണോ ഈ ബസ്? ബന്ധു എന്തിനാ ബസ് ഓടിച്ചത്? എന്തിന് ബന്ദ്? പ്രതിഷേധിച്ചു. എനിക്ക് പ്രതിഷേധമുണ്ട്. അന്യന്റെ മുതൽ നശിപ്പിച്ചാണോ എന്റെ പ്രതിഷേധം? ലക്ഷങ്ങൾ വിലയുടെ നീ ബസ് കത്തിച്ചാൽ അതിന് നഷ്ടം താൻ കൊടുക്കുമോ? എനിക്കങ്ങനെ പ്രതിഷേധിച്ച കഴിയും നിർബന്ധം. നെയ്യാൽ മഹൂദി എന്നും പറഞ്ഞ നാളത്തെ പത്രത്തിൽ നിന്റെ പേര് വരുവാടാ. കത്തിക്കട കത്തിക്കട ശരി. എന്നെ കൊല്ലുണ്ട്. കത്തിക്കാതെ ചുട്ടുപോകണം. നിങ്ങളെന്താ കത്തിക്കേണ്ടത്? എല്ലാവരും ഓടിപ്പോയില്ലേ വീരിക്കളെ പോലെ? നിങ്ങൾ ഈ ചുണയിലൊരു 10 ആണുങ്ങൾ തിരിഞ്ഞു നിന്നുണ്ടെങ്കിൽ യുവന്മാരെ റൗണ്ടിക്കാൻ കഴിയുക. നാണം കെട്ട ശവിയോളെ നടക്കണം. നിന്നൊന്ന് ശരി. നോക്കിക്കറ. എന്ത് പറ്റി? ബോംബെറിഞ്ഞതാ.
നമ്മുടെ പാർട്ടി ഓഫീസ് ഗോമർഗപ്പോൾ പരിക്ക് പറ്റിയ 12 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ആ രാജഗോപാലിന്റെ നില വളരെ ഗുരുതരമാണ്. യൂണിയൻ സെക്രട്ടറി ഗോപാലിനെ റോട്ടിലിട്ട് ആരോ വാണോണ്ടി വെട്ടി ഒരു കൈയറ്റുപോയി. ഞാനിന്ന് ആശുപത്രി സന്ദർശിച്ചാലേ? ഈ രാത്രി വേണ്ട, നമുക്ക് കാലത്ത് പോവാം. സർ, സംഗതികൾ ആ കുഴപ്പത്തിലായി. എന്താണ്? സ്ട്രീറ്റിലും ലൈനിലുമുള്ള വീടുകൾ തോറും അക്രമങ്ങൾ നടക്കുന്നുണ്ട്. വൈകിട്ടെങ്കിലും പോലീസ് ഫോഴ്സ് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാമായിരുന്നു. ഇരുട്ടിൽ ആയുധമായി നടക്കുന്ന അക്രമികൾ ഇപ്പോൾ പോലീസിനോടാണ് ഏറ്റുമുട്ടുന്നത്. ഒരു പോലീസ് വാൻ അവർ കത്തിച്ചു. പല കോൺസ്റ്റബിൾസിനും ഓഫീസേഴ്സിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? CRP വരുത്തണം സാർ. ഡോക്ടർ, ആ കുറിപ്പിന്റെ കാര്യം? അങ്ങനെ പലരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട കേസാ. കറണ്ടില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ചേട്ടനോടെ പോകുന്നു. നിങ്ങൾ അയച്ചുവിട്ട പടക്കുതിരയല്ലേ ഈ തെരുവളി താണ്ടുപാടുന്നത്? നിങ്ങൾ കൊളുത്തിയ തീയല്ലേ ഇവിടെ ആളി കത്തുന്നത്? ഇവിടെ ആരാണ് ജയിച്ചത്? അകത്ത് കയറി നോക്ക്. വെട്ടും കുത്തുവേറ്റ് രക്തമാർന്ന് പിടയുന്നവർ, മരണത്തോട് മല്ലടിച്ച് പിടഞ്ഞു മരിക്കുന്നവർ, പോസ്റ്റ്മോർട്ടം കാത്തിറക്കുന്ന അനാഥ പ്രയോഗങ്ങൾ, ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളല്ലേ? ഈ നഷ്ടത്തിന് മുഴുവൻ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. നിങ്ങൾ എന്തിനിങ്ങോട്ട് വന്നു? മരിച്ചവരുടെ കണക്കെടുക്കാൻ. അതിന്റെ ആവശ്യം നിങ്ങൾക്കല്ലേ? മിസ്റ്റർ ദിവാകരൻ, വേണ്ട. നാട്ടിലെ ക്രമസമാധാനം തകർത്ത് അധികാരം പിടിച്ചെടുക്കുവാനുള്ള ശ്രമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് കുറെ ബലിയാടുകളെയല്ലേ? ഇഷ്ടം പോലെ കിട്ടിയില്ലേ? അത് നിങ്ങളുടെ പാരമ്പര്യമാണ്. ചീറുന്ന പീരങ്കികളുടെ മുന്നിലേക്ക് ഒന്നും അറിയാത്ത പാവങ്ങളെ വാരിക്കൊണ്ടവും കൊടുത്ത് പറഞ്ഞു വിട്ടത് നിങ്ങളല്ലേ? ഈ ആമ്പാറ്റുകളെ പോലെ മരിച്ചു വീണ ആ രക്തസാക്ഷികളുടെ പേരും പറഞ്ഞല്ലേ നിങ്ങൾ ഇന്നും ജനങ്ങളെ വഞ്ചിക്കുന്നത്? ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണകൂടത്തെ തകർക്കാൻ വെടിയേറ്റ് മരിച്ച ഒരു ഗർഭിണിയുടെ ശവവും പേറി വിമോചന സമരം നടത്തിയ പാരമ്പര്യമല്ലേ നിങ്ങളുടേത്? അത് ആവർത്തിക്കാൻ ശ്രമിക്കേണ്ട. ഇനിയും ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കാൻ പറ്റില്ല. വഞ്ചന നിങ്ങളുടെ കുത്തകയല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവിടെ സംഭവിച്ച മുഴുവൻ നാശനഷ്ടങ്ങൾക്കും ഈ ജനങ്ങളോട് നിങ്ങൾ സമാധാനം പറയണം. നിങ്ങൾ രണ്ടുപേരും പറയണം. അധികാരം പിടിച്ചുപറ്റാനും നിലനിർത്താനുമുള്ള നിങ്ങളുടെ മത്സരത്തിൽ നഷ്ടത ഈ നാടാണ്. നിങ്ങൾ രണ്ടു കൂട്ടരും നഷ്ടപ്പെടുത്തിയത് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിയാണ്. ജനങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ സഹിക്കില്ല. അധികാരമോഹികളുടെ വടംവലിയിൽ ഞങ്ങളെ ബലിയാടാക്കരുതേ. അധികാരമോഹികളുടെ വടംവലിയിൽ ഞങ്ങളെ ബലിയാടാക്കരുതേ. മതവികാരം ചൂഷണം ചെയ്ത് മനുഷ്യക്കുരുതി നടത്തരുത്. നാട് മുടിച്ച് നടത്തിയ ബന്ധുകൾ മേലിൽ തുടരാൻ പറ്റില്ല. നാട് മുടിച്ച് നടത്തിയ ബന്ധുകൾ മേലിൽ തുടരാൻ പറ്റില്ല. ഇത് പിടിക്കൂ. പിടിക്കണം. പിടിക്കൂ. 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 ഇത് വായിക്കൂ. അധികാര കസേര നിലനിർത്താൻ ജനക്ഷേമം പണയപ്പെടുത്തില്ല. വായിക്കാൻ. ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഇനിയൊരിക്കലും നാട്ടിൽ ക്രമസമാധാനം നശിപ്പിക്കില്ല.